ഹലോ ഗൈസ്, ഷൂക്കിട്ട് എവിടെ പോകുന്നതെന്ന് ഇറങ്ങുന്നവരെ ഒരു നിശ്ചയമില്ല. വരുന്ന വഴിക്ക് കാണാമെന്ന് വെച്ച് അങ്ങനെ വീടും പൂട്ടി ഫോണൊക്കെ എടുത്ത് അങ്ങനെ ഇറങ്ങിയതാണ്. ഉമ്മ വേഗം നടന്നു പോയി. ഞാനാണെങ്കിൽ കുട്ടീനെ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ് ഗൈസ്. ഭയങ്കര ഷോ ഇടുന്നുണ്ടോള്. ഭയങ്കര വെയിലായതുകൊണ്ട് ഇതാക്കുന്നുണ്ടോ, ഭയങ്കര പാവത്താനെ പോലെ. ഈ പാവം കണ്ടാൽ ഈ വീട്ടിലിങ്ങനെയാണെങ്കിലോ, പാവം കൊച്ചു കരയുന്നൊക്കെയുണ്ട്. നമ്മളങ്ങനെ സിറ്റി സെൻറ്ററിലാട്ട് എത്തിയത്. സിറ്റി സെൻറ്ററിൽ നമ്മളിങ്ങനെ വലതുകാലിൽ വെച്ചിറങ്ങി. എന്നിട്ടങ്ങനെ ഡോറങ്ങനെ അടിച്ച് അണ്ടർഗ്രൗണ്ടിലൂടെ ഇങ്ങനെ നടന്ന് സിറ്റി സെൻറ്ററിൻ്റെ കവാടത്തിലൂടെ അകത്തേക്ക് കയറി. എന്നിട്ടങ്ങനെ ഒരു ആവശ്യമില്ലാണ്ട് ട്രോളി എടുത്ത് വെറുതെ കദീജനെ അതിലിട്ടുരുട്ടി കളിക്കുക, അത്ര തന്നെ. വേറൊരു സാധനം വേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ലേനു, വെറുതെ കയറിയതാണ്. എന്നിട്ടങ്ങനെ ഇവളങ്ങനെ കുറച്ച് കളിപ്പിച്ച് ഫോട്ടോ എടുക്കാനുള്ള മൽപ്പിടുത്തേനും ഗൈസ് ഇത്. അവളെ ഓരോ കോലത്തിലും എത്തിച്ച് ലാസ്റ്റ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കാലുവേദന, നല്ല വലിയ ഷോപ്പ്, അപ്പോൾ കാലുവേദനയായിട്ട് കുറച്ച് ടൈം ആടിയിരുന്ന്. എന്നിട്ടങ്ങനെ നേരെ നമ്മൾ വണ്ടീൻ്റെ അടുത്തേക്ക് നടന്ന്. കുറേ ദൂരെയായിരുന്നു വണ്ടിയുള്ളത്, കുറച്ച് ദൂരെയായിരുന്നു വണ്ടിയുള്ളത്. അവർ വേഗം ഓടി. ഇതാ ഗൈസ് ഒരു ഫ്ലൈറ്റ് പറക്കുന്നത്, നല്ല രസമാണ്. എന്നിട്ടങ്ങനെ അവിടെ മൾബറിൻ്റെ ഒരു മരം കണ്ടു. അങ്ങനെ നമ്മൾ പോയിട്ട് പറിച്ച് ഗൈസ്. ആരും സമ്മതം ചോദിക്കാണ്ടാണെന്നൊന്നും വിചാരിക്കാറ്. അവിടെ ഇതിൻ്റെ ഓണർ അതിലൂടെ നടന്നു പോകുമ്പം പറിച്ചൊന്നും, അവരറബിയാണ്. പക്ഷെ നമ്മളിങ്ങനെ പഠിക്ക് തട്ടിച്ചൊരിത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളങ്ങനെ സിറ്റി സെൻറ്ററിലേക്ക് കയറി. ഇത് ഡ്രാഗൺ മാർട്ട് കേട്ടോ, ബർക്കയിൽ. അങ്ങനെ അവിടെ ഒരു ചെരുപ്പ് കണ്ട. എൻ്റെ ചെരുപ്പാണെങ്കിൽ പൊട്ടിയിട്ടുണ്ട്, അതല്ലേ നമ്മൾ ഷൂട്ടിട്ട് പോയത്. എന്നിട്ടങ്ങനെ ചെരുപ്പ് നോക്കി. നല്ല റേറ്റ് ഉണ്ട് ഇതിന്, ബ്രാൻഡഡാന്ന് തോന്നുന്നു. ആ ബംഗാളിക്കൊക്കെയാന്ന്. ഓരോട് കുറേ ബാർഗെയിൻ ചെയ്ത് നോക്കി. ഓരോ അറിയുന്ന ഫോർ യൂക്കായതുകൊണ്ട് ഇത്ര നേരം സാധാരണ ഇങ്ങനെ കൊടുക്കില്ല. ഇതിവരെ ട്രിക്കാന്ന് പിന്നെ ആന്നില്ലല്ലോ. ഇതിനെ കുറേ മേക്കപ്പ് പ്രൊഡക്ട്സ് നമുക്ക് ആവശ്യമുള്ളല്ലോ. ഓൾറെഡി കുറച്ച് സൗന്ദര്യമൊക്കെ ഉള്ളുണ്ട്. എടുത്തൊന്ന് നോക്കാറ് ഉപ്പാൻ്റെ സ്വത്ത് പോലെ കയറി ഇരുന്നിട്ടുള്ളേ. എന്നിട്ടങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ചൊക്കെ നല്ല വിശപ്പിൻ്റെ വിളി ഉണ്ടായിരുന്നു. എന്നിട്ടങ്ങനെ പ്രീ ഓർഡർ ചെയ്തിട്ടുണ്ടായി. അതുകൊണ്ട് നമ്മളെത്താൻ മുമ്പിൽ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മളങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോയി. ഇത്രയേ ഉള്ളൂ നമ്മളെ ഒരു ഈവനിങ് വ്ളോഗ്. ബൈ ഗായ്സ്, ബൈ.